എഫർമേഷൻസ് കൊണ്ട് നമുക്ക് നമ്മളുടെ ലൈഫിൽ പല മാറ്റങ്ങളും കൊണ്ടുവരാൻ സാധിക്കും. പോസിറ്റീവായ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കും. നമ്മളുടെ ആരോഗ്യം മെച്ചപ്പെടുത്താൻ സാധിക്കും. സാമ്പത്തികമായ അവസ്ഥ മെച്ചപ്പെടുത്താൻ സാധിക്കും. എഫർമേഷൻസ് എന്ന ടെക്നിക്ക് കൊണ്ട് നമ്മുടെ ഇന്നത്തെ അവസ്ഥ എന്താണോ ഇതിൽ നിന്നും നമുക്കൊരു മാറ്റം ഉണ്ടാക്കാൻ സാധിക്കും എന്നർത്ഥം. നമസ്കാരം. നമുക്ക് നമ്മുടെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി, നമുക്ക് മനസ്സ് തളരുന്ന സമയത്ത് നമ്മളെ ഒന്ന് പിടിച്ചു പൊക്കാൻ വേണ്ടി മനസ്സിൽ പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടെക്നിക്കാണ് എഫർമേഷൻസ്. എഫർമേഷൻസ് എന്ന് പറഞ്ഞാൽ ദേ ആർ സിമ്പിൾ പോസിറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ്സ് റിപ്പീറ്റഡ് ടു യുവർ സെൽഫ് സെവറൽ ടൈംസ് ഡെയിലി. എഫർമേഷൻസിന് ദൃഢപ്രതിജ്ഞ വാചകം എന്നൊക്കെ പറയാം. എഫർമേഷൻസ് കൊണ്ട് നമുക്ക് നമ്മളുടെ ലൈഫിൽ പല മാറ്റങ്ങളും കൊണ്ടുവരാൻ സാധിക്കും. പോസിറ്റീവായ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കും. നമ്മളുടെ ആരോഗ്യം മെച്ചപ്പെടുത്താൻ സാധിക്കും. സാമ്പത്തികമായ അവസ്ഥ മെച്ചപ്പെടുത്താൻ സാധിക്കും. നമ്മുടെ ജോലിയിലും ബിസിനസ്സിലും വളരെ നന്നായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. ജീവിതത്തിൽ സക്സസ് ഉണ്ടാക്കാനും മനസ്സ് ഒന്ന് സ്റ്റേബിൾ ആക്കാനും ബന്ധങ്ങൾ കൂടുതൽ മെച്ചപ്പെടുത്താനും സാധിക്കും. അതായത് എഫർമേഷൻസ് എന്ന ടെക്നിക്ക് കൊണ്ട് നമ്മുടെ ഇന്നത്തെ അവസ്ഥ എന്താണോ ഇതിൽ നിന്നും നമുക്കൊരു മാറ്റം ഉണ്ടാക്കാൻ സാധിക്കും എന്നർത്ഥം. കഴിഞ്ഞൊരു വീഡിയോയിൽ എഫർമേഷൻസിൻ്റെ ശാസ്ത്രീയ വശം ചെറുതായിട്ട് നമ്മൾ ടച്ച് ചെയ്തിട്ടുണ്ട്. എഫർമേഷൻസ് ഉപകാരപ്രദമാണോ? തെറ്റായ രീതിയിൽ എഫർമേഷൻസ് ചെയ്യാൻ സാധിക്കുമോ? അങ്ങനെ തെറ്റായ രീതിയിൽ എഫർമേഷൻസ് ചെയ്തു കഴിഞ്ഞാൽ എന്തെല്ലാം ദോഷങ്ങളുണ്ടാകും? ഈ കാര്യങ്ങളെല്ലാം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പഠിച്ചിട്ടുണ്ട്. ഈ വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് എഫർമേഷൻസ് എങ്ങനെ ചെയ്യാമെന്നാണ്. എഫർമേഷൻസ് ചെയ്യുന്നതിന് മുമ്പ് എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം? ഹൗ ടു ചെക്ക് ഫോർ കോൺഫ്ലിക്ട്സ്. തെറ്റായ രീതിയിൽ നമ്മൾ എഫർമേഷൻസ് ചെയ്യുമ്പോൾ ദോഷമാണല്ലോ. അതെങ്ങനെയാണ് മനസ്സിലാക്കാൻ സാധിക്കുക? അങ്ങനെ കോൺഫ്ലിക്റ്റ് ഉണ്ടാകുന്നുണ്ട് എന്നുണ്ടെങ്കിൽ എഫർമേഷൻസ് എങ്ങനെയാണ് മാറ്റി പറയേണ്ടത്? എപ്പോഴാണ് പ്രാക്ടീസ് ചെയ്യേണ്ടത്? എങ്ങനെയാണ് പ്രാക്ടീസ് ചെയ്യേണ്ടത്? സൈലൻ്റ് ആയിട്ടാണോ എഫർമേഷൻസ് പറയേണ്ടത്? അല്ല ഒച്ചത്തിൽ പറയണോ? ഇനി മീഡിയം വോയിസിലാണോ? ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഈ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോവുകയാണ്. ആദ്യമായി എഫർമേഷൻസ് പ്രാക്ടീസ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ചെയ്യേണ്ട കാര്യം ഇപ്പോൾ നമ്മൾ മനസ്സിൽ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുക എന്ന്. ചെക്ക് യുവർ ലിംഗ്വിസ്റ്റിക്സ്. ലിംഗ്വിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ ലാംഗ്വേജ്. NLPയിൽ L എന്ന് പറയുന്നത് ലിംഗ്വിസ്റ്റിക്സ് ആണ്, അതായത് ലാംഗ്വേജ് പാറ്റേൺസ്. അപ്പോൾ നമ്മൾ മനസ്സിൽ തന്നെ പറയുന്ന വാചകങ്ങൾ ഇൻറ്റേർണൽ ഡയലോഗ് എന്ന് പറയും. അത് നെഗറ്റീവാണോ എന്ന് ശ്രദ്ധിക്കണം. എഫർമേഷൻസ് പ്രാക്ടീസ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ 2 കാര്യങ്ങൾ അവോയ്ഡ് ചെയ്തിരിക്കണം. ഒന്ന്, പ്യുവർ നെഗറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ്സ്. ചില നെഗറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ്സ് നമ്മൾ പച്ചയായിട്ട് പറയാറുണ്ട് മനസ്സിൽ. അത് അവോയ്ഡ് ചെയ്യുക. ഉദാഹരണത്തിന്, ഇതൊന്നും എനിക്ക് പറഞ്ഞതല്ല, എനിക്ക് കഴിയില്ല, തലമുറകളായി ഞങ്ങളിങ്ങനെയൊക്കെയാണ്, എനിക്ക് ഇംഗ്ലീഷ് നന്നായി സംസാരിക്കാൻ പറ്റില്ല, അത് കാരണം എനിക്ക് നല്ലൊരു ജോലിയൊന്നും കിട്ടാൻ സാധ്യതയില്ല. ഇതെല്ലാം പ്യുവർ നെഗറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറയും. മനസ്സിൽ നമ്മൾ ആവർത്തിച്ച് പറയുന്ന ചില നെഗറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ്സ്. രണ്ടാമത്തത് നമ്മൾ അവോയ്ഡ് ചെയ്യേണ്ടത് സീമിംഗ്ലി പോസിറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ്സ്. സീമിംഗ്ലി പോസിറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ പോസിറ്റീവാണ് എന്ന് തോന്നിപ്പിക്കുന്ന എന്നാൽ നെഗറ്റീവായി മനസ്സിൽ വരുന്ന ചില സ്റ്റേറ്റ്മെൻറ്റുകളാണ്. ഉദാഹരണത്തിന്, ഡോണ്ട് പാനിക്, ഭയപ്പെടേണ്ട. ഡു നോട്ട് ഹെസിറ്റേറ്റ് ടു കോൾ മീ, എന്നെ വിളിക്കാൻ മടിക്കേണ്ട. ഡോണ്ട് ബി ലേറ്റ്, ലേറ്റ് ആകരുത്. ഇങ്ങനെയെല്ലാം ശരിക്കും പറയുന്നത് പോസിറ്റീവ് ആണല്ലോ, സീമിംഗ്ലി പോസിറ്റീവ് ആണ് അല്ലേ? ലേറ്റ് ആകരുതെന്ന് പറയുന്നത് പോസിറ്റീവായിട്ട് തോന്നിയേക്കാം, പക്ഷേ ശരിക്കും മനസ്സ് ഇതിനെ മനസ്സിലാക്കുന്നത് നെഗറ്റീവായിട്ടാണ്. അത് കാരണം സീമിംഗ്ലി പോസിറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറയുന്നു. ഇതും നമ്മൾ എഫർമേഷൻസിൽ യൂസ് ചെയ്യാൻ പാടില്ല. ഇപ്പോൾ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് മാറ്റാൻ ശ്രമിക്കുക. അപ്പോൾ എങ്ങനെ പറയാൻ സാധിക്കും? ഡോണ്ട് പാനിക് എന്ന് പറയുന്നതിന് പകരം സ്റ്റേ കാം എന്ന് പറയാം. റിമെയിൻ പീസ്ഫുൾ എന്ന് പറയാം. സമാധാനമായി ഇരിക്കൂ. ഡോണ്ട് ഹെസിറ്റേറ്റ് ടു കോൾ മീ, വിളിക്കാൻ മടിക്കേണ്ട എന്ന് പറയുന്നതിന് പകരം പ്ലീസ് ഫീൽ ഫ്രീ ടു കോൾ മീ എന്ന് പറയാം. എന്നെ എപ്പോൾ വേണമെങ്കിലും വിളിച്ചോളൂ എന്നർത്ഥത്തിൽ. ഡോണ്ട് ബി ലേറ്റ് എന്നതിന് പകരം ബി ഓൺ ടൈം എന്ന് പറയാം. സമയത്തിന് വരൂ എന്ന് പറയാം. ഇങ്ങനെ നമ്മൾ സംസാരിച്ച് ശീലിച്ചു തുടങ്ങണം. എന്നാൽ മാത്രമേ നമുക്ക് എഫർമേഷൻസ് യൂസ് ചെയ്യുമ്പോൾ ഫുള്ളായിട്ടുള്ള ഒരു ബെനിഫിറ്റ് കിട്ടുകയുള്ളൂ. ഇനി എഫർമേഷൻസ് ഉണ്ടാക്കാനുള്ള ചെറിയ 3 ടിപ്സ് പറഞ്ഞു തരാം. റൂൾ ഓഫ് 3P എന്നാണ് പറയുന്നത്. റൂൾ ഓഫ് 3P. എന്താണ് റൂൾ ഓഫ് 3P? P എന്ന ലെറ്ററിൽ തുടങ്ങുന്ന 3 വേർഡ്സ്. അത് ആലോചിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് നിങ്ങൾക്ക് ഓർക്കാൻ സാധിക്കും. ആദ്യത്തെ P എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് എന്നാണ്. അതായത് നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകൾ പോസിറ്റീവ് ആയിരിക്കണം. ഇറ്റ് ഈസ് ഇംപോസിബിൾ എന്ന് പറയുന്നതിന് പകരം നമുക്ക് ഇറ്റ് ഈസ് പോസിബിൾ എന്ന് പറയണം. ഇംപോസിബിൾ എന്നുള്ള നെഗറ്റീവ് വാക്കാണല്ലോ, അത് നമ്മൾ മാറ്റിയ ശേഷം ഇറ്റ് ഈസ് പോസിബിൾ എന്ന് പറയുമ്പോൾ എഫർമേഷൻസിന് പറ്റിയൊരു വാചകമായിട്ട് വരും. അപ്പോൾ ഐ ഡോണ്ട് വോണ്ട് ടു ബി ഫാറ്റ് എന്ന് പറയേണ്ട ആവശ്യമില്ല. ഐ വോണ്ട് ടു ബി ലീൻ എന്ന് പറയാം. എനിക്ക് തടിച്ചിട്ടാകാൻ ഇഷ്ടമല്ല എന്ന് പറയുന്നതിന് പകരം എനിക്ക് മെലിഞ്ഞിട്ടാകണം എന്ന് പറയാലോ.
ഐ ഡോണ്ട് വോണ്ട് ദിസ് ജോബ്, എനിക്ക് ഈ ജോലി ഇഷ്ടമല്ല എന്ന് പറയുന്നതിന് പകരം ഐ വോണ്ട് ദാറ്റ് ജോബ്, എനിക്ക് ആ ജോലി ഇഷ്ടമാണ് എന്ന് പറയാലോ. ഡോക്ടർ ജോസഫ് മർഫി പറഞ്ഞിട്ടുണ്ട്, യുവർ തോട്ട് ക്യാൻ ഓൺലി എഫേം, ഫോർ ഈവൺ ഇഫ് യു ഡിനൈ സംതിങ് യു ആർ ആക്ച്വലി എഫേമിംഗ് ദ പ്രസൻസ് ഓഫ് വാട്ട് യു ഡിനൈ എന്ന്. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും വേണ്ട എന്ന് പറഞ്ഞാലും നിങ്ങൾക്ക് ആ വേണ്ട എന്ന കാര്യത്തെ ആദ്യം മനസ്സിലേക്ക് കൊണ്ടുവരേണ്ടതായിട്ട് വരും, എന്നിട്ട് വേണം വേണ്ട എന്ന് പറയാൻ. അപ്പോൾ അവിടെ നെഗറ്റീവായിട്ടാണ് അതിൻ്റെ അനുഭവം വരിക. റൂൾ ഓഫ് 3Pയിൽ രണ്ടാമത്തെ P എന്ന് പറയുന്നത് പേഴ്സണൽ സ്റ്റേറ്റ്മെൻറ്റ്. പേഴ്സണലൈസ്ഡ് ആയിരിക്കണം, പേഴ്സണൽ പ്രൊനൗൺസ് യൂസ് ചെയ്യണം. അതായത് ഇറ്റ് ഈസ് ഹാർഡ് ടു ഡു എന്ന് പറയുന്നൊരു വ്യക്തി, അത് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് എന്ന് പറയുന്ന വ്യക്തിക്ക് ഇറ്റ് ഈസ് ഈസി ടു ഡു എന്ന് പറഞ്ഞാൽ പോസിറ്റീവായല്ലോ. പക്ഷേ പേഴ്സണൽ എന്ന ക്രൈറ്റീരിയ ഫുൾഫില്ല് ചെയ്യാൻ വേണ്ടി നമുക്കെന്ത് വേണം? ഐ എന്ന ഒരു പേഴ്സണൽ പ്രോനൗൺ അവിടെ കൊണ്ടുവരാം. സോ ഇറ്റ് ഈസ് ഈസി ടു ഡു എന്ന് പറയുന്നതിന് പകരം ഐ ക്യാൻ ഡു ഇറ്റ് ഈസിലി എന്ന് പറയാം. എനിക്കത് എളുപ്പത്തിൽ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇറ്റ് ഈസ് ഹാർഡ് ടു ഡു എന്ന് പറയുന്നത് ഐ ക്യാൻ ഡു ഇറ്റ് ഈസിലി എന്നായി മാറുന്നു. അപ്പോൾ ഐ ക്യാൻ സ്പീക്ക് ഇംഗ്ലീഷ് വെൽ എന്ന് പറയാം, ഐ ഫീൽ വെരി കോൺഫിഡൻറ്റ് എന്നൊക്കെ പറയാം. ഇതെല്ലാം പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ്. സോ ആദ്യം പോസിറ്റീവായിട്ടുള്ളൊരു വാക്ക് അതിൽ ഉൾക്കൊള്ളിക്കുന്നു, 2 പേഴ്സണലായിട്ടുള്ള പ്രോനൗൺ കൊണ്ടുവന്ന ശേഷം ഒന്നുകൂടെ അത് പോസിറ്റീവാക്കി മാറ്റുന്നു. മൂന്നാമത്തെ P കൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്രസൻറ്റ് ടെൻസിലായിരിക്കണം നിങ്ങൾ പറയുന്ന വാചകം. വർത്തമാന കാലത്തിൽ വേണം നിങ്ങൾ പറയാൻ. ഉദാഹരണത്തിന് നിങ്ങൾ ഐ വിൽ ഫെയിൽ, ഞാൻ തോൽക്കും എന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഐ വിൽ സക്സീഡ് എന്ന് പറയാലോ, ഞാൻ ജയിക്കുമെന്ന് പറയാലോ. പക്ഷേ അവിടെ വിൽ എന്ന് പറയുമ്പോൾ, ഞാൻ ജയിക്കുമെന്ന് പറയുമ്പോൾ അത് ഭാവി കാലമായി വരുന്നു. നമുക്കെന്താ വേണ്ടത്? വർത്തമാന കാലത്തിൽ പറയണം. അപ്പോൾ ഐ ആം എ വിന്നർ എന്ന് പറയുന്നത് നന്നായിരിക്കും. ഐ ആം എ വിന്നർ എന്ന് പറഞ്ഞാൽ ഞാൻ വിജയിയാണ്, ഇപ്പോൾ വിജയിയാണ്. പ്രസൻറ്റ് ടെൻസ് എന്ന് പറയുമ്പോൾ വർത്തമാന കാലത്തിൽ ഞാൻ ഇതാണ് എന്ന് സ്ഥാപിക്കുകയാണ്. അപ്പോൾ ഐ ആം കാം ആൻഡ് റിലാക്സ്ഡ്, ഐ ആം ഹാപ്പി, ഐ ആം സ്ട്രോങ്, ഐ ആം ഇൻ്റലിജൻറ്റ് എന്നൊക്കെ പറയാം. ഇതെല്ലാം പോസിറ്റീവായിട്ട് പ്രസൻറ്റ് ടെൻസിൽ വർത്തമാനകാലത്തിൽ പറയുന്ന ചില വാചകങ്ങളാണ്. അപ്പോൾ പോസിറ്റീവായിട്ടുള്ള എഫർമേഷൻ സ്റ്റേറ്റ്മെൻറ്റ്സ് ഞാൻ പറയുന്ന സമയത്ത് എൻ്റെ സബ് കോൺഷ്യസ് മൈൻഡിനെ ഞാൻ പാകപ്പെടുത്തുകയാണ്, എൻ്റെ സബ് കോൺഷ്യസ് മൈൻഡിനെ ഞാൻ റീപ്രോഗ്രാം ചെയ്തെടുക്കുകയാണ്. ഇനി എഫർമേഷൻസ് പറയുമ്പോൾ ഒച്ചത്തിലാണോ പറയേണ്ടത്, അതോ സാധാരണ സംസാരിക്കുന്നത് പോലെയാണോ പറയേണ്ടത്, അതോ മനസ്സിലാണോ പറയേണ്ടത്? ലൗഡ്ലി ഓർ സൈലൻ്റ്ലി? ശരിക്കും എഫർമേഷൻസ് ഇഫക്റ്റീവ് ആകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ കേൾക്കാവുന്ന ശബ്ദത്തിൽ പറയുകയാണ് നല്ലത്. പക്ഷേ ഇതിനെക്കുറിച്ച് കുറേ കൂടെ ആധികാരികമായി പറഞ്ഞിട്ടുള്ളത് ശ്രീ പരമഹംസ യോഗാനന്ദയാണ്. അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, എൻ എഫർമേഷൻ ഷുഡ് ബി റിപ്പീറ്റഡ് വിത്ത് എവർ ഡീപ്പർ അറ്റൻഷൻ, ഫസ്റ്റ് ലൗഡ്ലി, ദെൻ ഇൻ എ നോർമൽ സ്പീക്കിംഗ് വോയിസ്, ദെൻ ഇൻ എ വിസ്പർ ആൻഡ് ദെൻ സൈലൻ്റ്ലി, ക്യാരിയിങ് ഇറ്റ്സ് മീനിങ് ഡൗൺ ഇൻ ടു ദ സബ് കോൺഷ്യസ്. മഹാനായ യോഗിയായ, ലോകത്തിന് ക്രിയായോഗ എന്താണ് എന്ന് പഠിപ്പിച്ചു കൊടുത്ത ശ്രീ പരമഹംസ യോഗാനന്ദ പറയുന്നു, എഫർമേഷൻ പറയുമ്പോൾ വിത്ത് എവർ ഡീപ്പർ അറ്റൻഷൻ, ശ്രദ്ധയോടെ പൂർണ്ണ ബോധത്തോടെ പറയണം എന്നാണ്. ഫസ്റ്റ് ലൗഡ്ലി, ആദ്യം ഉച്ചത്തിൽ, ദെൻ ഇൻ എ നോർമൽ സ്പീക്കിംഗ് വോയിസ്, പിന്നെ നമ്മൾ സാധാരണ സംസാരിക്കുന്ന ആ ശബ്ദത്തിൽ, ദെൻ ഇൻ എ വിസ്പർ, മന്ത്രിച്ചുകൊണ്ട്, ആൻഡ് ദെൻ സൈലൻ്റ്ലി, പിന്നെ മനസ്സിൽ പറയുക. ഇനി ചില സമയത്ത് നമ്മൾ പോസിറ്റീവായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റുകൾ പറയുമ്പോഴും മനസ്സിൽ നെഗറ്റീവായിട്ടുള്ള ഫീലിംഗ് വരാൻ സാധ്യതയുണ്ട്. ഇതിനാണ് കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത്, സംഘർഷം. അങ്ങനെ വരുമ്പോൾ ചിലർക്ക് എഫർമേഷൻസ് ഒരു ഭീഷണിയാകാൻ സാധ്യതയുണ്ട്. ഇതിനെക്കുറിച്ചുള്ള സയൻറ്റിഫിക് സ്റ്റഡീസ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ഞാനത് ആവർത്തിക്കുന്നില്ല. ആ വീഡിയോൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം. ഉദാഹരണത്തിന്, ഞാൻ ആത്മവിശ്വാസം ഇല്ലാത്ത വ്യക്തിയാണ് എന്ന് വിചാരിക്കുക. അപ്പം ഞാൻ പറയുന്നു ഐ ആം കോൺഫിഡൻറ്റ്. 3Pൻ്റെ റൂൾസ് പ്രകാരം ഞാൻ പറയുന്നു ഐ ആം കോൺഫിഡൻറ്റ്. പക്ഷേ അങ്ങനെ പറയുമ്പോൾ ഉടനെ എൻ്റെ മനസ്സിലേക്ക് കയറി വരികയാണ്, ഓ ഞാൻ കോൺഫിഡൻറ്റ് അല്ലല്ലോ എന്ന്. അപ്പോൾ പോസിറ്റീവായിട്ട് പറയുന്നൊരു സ്റ്റേറ്റ്മെൻറ്റ് പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് കൊണ്ടുവരുന്നത് യഥാർത്ഥമായ ഒരു സത്യമാണ്, അതായത് ഞാൻ കോൺഫിഡൻ്റ് അല്ല എന്നുള്ളത്. അപ്പോൾ എനിക്കുണ്ടാകുന്ന ഫീലിംഗ് നെഗറ്റീവായിരിക്കും. അപ്പോൾ ഒരു എഫർമേഷൻ സ്റ്റേറ്റ്മെൻറ്റ് പറയുമ്പോൾ എൻ്റെ ഉള്ളിൽ നടക്കുന്ന ഫീലിംഗ്, എൻ്റെ ഉള്ളിലുണ്ടാകുന്ന ഫീലിംഗ് എന്ത് എന്ന് ഞാൻ മനസ്സിലാക്കണം. അത് പോസിറ്റീവ് ആണെങ്കിൽ കുഴപ്പമില്ല, പറയാം. പക്ഷേ നെഗറ്റീവായ ഫീലിംഗ് ആണ് വരുന്നത് എന്നുണ്ടെങ്കിൽ പറയരുത്. ഉദാഹരണത്തിന് ഐ ഫീൽ വണ്ടർഫുൾ അല്ലെങ്കിൽ ഐ ഫീൽ ഗ്രേറ്റ് എന്നൊക്കെ പറയുമ്പോൾ എൻ്റെ ഫീലിംഗ് എന്താണ് എന്ന് ഞാൻ പരിശോധിക്കണം. അത് നെഗറ്റീവ് ആണ് എന്ന് തോന്നുകയാണെങ്കിൽ ഞാൻ എന്ത് വേണം? മാറ്റി പറയേണ്ടതായിട്ടുണ്ട്. എന്ത് പറയണം? ഐ ആം ഇൻ ദ പ്രോസസ് എന്ന രീതിയിൽ പറയാൻ തുടങ്ങുക. ഐ ആം ഇൻ ദ പ്രോസസ് ഓഫ് ഫീലിംഗ് കോൺഫിഡൻറ്റ്. ഐ ആം ഇൻ ദ പ്രോസസ് ഓഫ് ബിക്കമിങ് ഗ്രേറ്റ്. ഐ ആം ഇൻ ദ പ്രോസസ് എന്ന് പറഞ്ഞാൽ ഞാൻ ആ പ്രക്രിയയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊരു പ്രക്രിയയാണ്, ഒരു പ്രോസസ്സാണ്.
ഞാനിപ്പോൾ കോൺഫിഡൻറ്റ് അല്ല, ഞാൻ കോൺഫിഡൻ്റ് ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ആ പ്രോസസ്സിലേക്ക് ഞാൻ ഇറങ്ങി ചെന്നിരിക്കുന്നു, ആ പ്രോസസ്സിലേക്ക് ഞാൻ എൻറ്റർ ചെയ്തിരിക്കുന്നു എന്നർത്ഥത്തിൽ. അപ്പോൾ എനിക്ക് പറയാം, ഐ എം ഇൻ ദ പ്രോസസ് ഓഫ് ക്രിയേറ്റിംഗ് ഐഡിയൽ ഹെൽത്ത്, ഐ എം ഇൻ ദ പ്രോസസ് ഓഫ് ബിക്കമിങ് എ സക്സസ്ഫുൾ ബിസിനസ് മാൻ, ഐ എം ഇൻ ദ പ്രോസസ് ഓഫ് ബിക്കമിങ് മോർ അബണ്ടൻറ്റ്, ഐ എം ഇൻ ദ പ്രോസസ് ഓഫ് ക്രിയേറ്റിംഗ് ഐഡിയൽ ഫാമിലി റിലേഷൻഷിപ്സ്. കുടുംബ ബന്ധങ്ങൾ അത്ര നല്ലതല്ല എന്നുണ്ടെങ്കിൽ എനിക്ക് പറയാം, ഐ എം ഇൻ ദ പ്രോസസ് ഓഫ് ക്രിയേറ്റിംഗ് ഐഡിയൽ ഫാമിലി റിലേഷൻഷിപ്സ്. അപ്പോൾ മനസ്സിലായില്ലേ? 2 ടെക്നിക്ക് പഠിച്ചു. ഒന്ന് 3P എന്ന ടെക്നിക്ക്, 2 ഫീലിങ്ങുകൾ നെഗറ്റീവ് ആകുന്ന സമയത്ത് എങ്ങനെ പറയണം എന്ന രീതി, ഐ എം ഇൻ ദ പ്രോസസ്. ഇനി മൂന്നാമത്തെ ഒരു ടെക്നിക്ക്, ഏറ്റവും പവർഫുൾ ആയിട്ടൊരു ടെക്നിക്കാണ്. നമ്മൾ കോൺഷ്യസ് അഥവാ ബോധമനസ്സിനെ ബൈപ്പാസ് ചെയ്യുന്നൊരു ടെക്നിക്ക്. നമ്മളൊന്ന് റിലാക്സ് ചെയ്യുക എന്നതാണ്. ഒന്ന് റിലാക്സ് ചെയ്യാൻ പറ്റണം. ഒരു സൂതിങ് ആയിട്ടുള്ള മ്യൂസിക് കേട്ടുകൊണ്ട്, അല്ലെങ്കിൽ എൻ്റെ ശ്വാസം ഞാൻ കുറച്ച് നേരം ശ്രദ്ധയോടെ ശ്രദ്ധിച്ചുകൊണ്ട്, അങ്ങനെ റിലാക്സേഷൻ വരുന്ന സമയത്ത് ആദ്യം പറഞ്ഞതായിട്ടുള്ള 3P റൂൾ പ്രകാരം ഉണ്ടാക്കിയ സ്റ്റേറ്റ്മെൻ്റ് ഉണ്ടല്ലോ, അത് നിങ്ങൾക്ക് പറയാം. അപ്പോൾ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ കയറി വരാൻ സാധ്യതയില്ല, നെഗറ്റീവ് ഫീലിംഗ് ഉണ്ടാകാൻ സാധ്യതയില്ല. സോ റിലാക്സ് ആൻഡ് എഫേം എന്നാണ് 3rd ടെക്നിക്ക്. ഈ റിലാക്സേഷൻ്റെ സ്റ്റേറ്റിന് നമ്മൾ സാധാരണ ആൽഫ സ്റ്റേറ്റ് എന്ന് പറയും. ഒരു സുഖകരമായ അവസ്ഥയാണ്. ശരിക്കും പറഞ്ഞാൽ ഉറക്കത്തിലേക്ക് വഴുതി വീഴുന്നൊരവസ്ഥയാണ് ആൽഫ സ്റ്റേറ്റ്. അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥയിൽ നമുക്കിത് പറയാൻ പറ്റിയാൽ നേരെ ആ സ്റ്റേറ്റ്മെൻറ്റ് പോകുന്നത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്കായിരിക്കും. ഇനി എത്ര സമയം പറയണം? എഫർമേഷൻസ് പറയുമ്പോൾ മിനിമം 5 മിനിറ്റെങ്കിലും ഇരുന്ന് പറയാൻ ശ്രമിക്കുക. ദിവസം 2 നേരമെങ്കിലും പറയുക. രാവിലെ എഴുന്നേറ്റ ഉടൻ, രാത്രി ഉറങ്ങുന്നതിന് മുമ്പ്. ഈ 2 സമയം നമുക്ക് നല്ല സമയങ്ങളാണ്. തുടക്കത്തിൽ 30 ദിവസമെങ്കിലും പറയുക. 30 ദിവസം കൊണ്ട് പ്രശ്നം മാറൂ? ഇല്ല. ഡീപ്പ് റൂട്ടഡ് ആണെന്നുണ്ടെങ്കിൽ അതിൽ കൂടുതൽ പറയേണ്ടതായിട്ട് വരും. 2, 3, 4 മാസം പറയേണ്ടതായിട്ട് വരും. മറ്റൊരു കാര്യം പറയാനുള്ളത്, പോസിറ്റീവായിട്ടുള്ള സൈൻസ്, ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയാൽ എഫർമേഷൻസ് നിർത്തരുത്. കണ്ടിന്യൂ ഡൂയിങ് ഇറ്റ് അൺടിൽ ദ ഗോൾ ഇസ് റീച്ച്ഡ്. നിങ്ങളുടെ ലക്ഷ്യം നേടിയെടുക്കുന്നത് വരെ നിങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കണം. ഇനി ചില പോസിറ്റീവായിട്ടുള്ള അഫർമേഷൻസ് നമുക്ക് പരിശോധിക്കാം. ആദ്യം, ഐ എം ഹെൽത്തി ആൻഡ് ഹാപ്പി. ഞാൻ പൂർണ്ണ ആരോഗ്യവാനും സന്തുഷ്ടനുമാണ് എന്നർത്ഥം. ഇത് തന്നെ മനസ്സിൽ ആവർത്തിച്ച് പറയുമ്പോൾ പോസിറ്റീവായിട്ടുള്ള അഫർമേഷൻസ് ആയിട്ട് മാറുന്നു. വളരെ ഗുണകരമായിട്ട് വരുന്നു. നമുക്ക് ആരോഗ്യവും സന്തോഷവും നേടാൻ സാധിക്കുന്നു. പകരം ഐ എം ഹെൽത്തി, എനർജറ്റിക് ആൻഡ് സ്ട്രോങ് എന്ന് പറയാം. അസുഖമുള്ളവർ, മരുന്ന് കഴിക്കുന്നവർ, അവർക്ക് പറയാവുന്നൊരു സ്റ്റേറ്റ്മെൻറ്റാണ് ഐ ഹീൽ ക്വിക്ക്ലി ആൻഡ് ഈസിലി. ഹീൽ എന്നത് പോസിറ്റീവായ ഒരു വേർഡാണ്. ഐ ഹീൽ ക്വിക്ക്ലി ആൻഡ് ഈസിലി എന്ന് പറഞ്ഞാൽ ഞാൻ എളുപ്പത്തിൽ സുഖം പ്രാപിക്കുന്നു എന്നർത്ഥം. പിന്നെ വെൽത്തിനും സക്സസിനും വേണ്ടി പറയാം ഐ എം വെൽത്തി ആൻഡ് സക്സസ്ഫുൾ. ഞാൻ ധനികനും വിജയിയുമാണ് എന്നർത്ഥം. വരുമാന വർധനവിന് പറയാം ഐ അലൗ മൈ ഇൻകം ടു കോൺസ്റ്റൻ്റ്ലി എക്സ്പാൻഡ് എന്ന്. ഇങ്ങനെയൊക്കെ പറയുന്ന സ്റ്റേറ്റ്മെൻറ്റിനെ കുറിച്ച് നെപ്പോളിയൻ ഹിൽ അദ്ദേഹത്തിൻ്റെ തിങ്ക് ആൻഡ് ഗ്രോ റിച്ച് എന്ന പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്. വെൻ റിച്ചസ് ബിഗിൻ ടു കം, ദേ കം സോ ക്വിക്ക്ലി ഇൻ സച്ച് ഗ്രേറ്റ് അബണ്ടൻസ് ദാറ്റ് വൺ വണ്ടേഴ്സ് വേർ ദേ ഹാവ് ബീൻ ഹൈഡിങ് ഡ്യൂറിങ് ഓൾ ദോസ് ലീൻ ഇയേഴ്സ് എന്ന്. ഇങ്ങനെയൊക്കെ പറഞ്ഞ ശേഷം നമുക്ക് ബിസിനസ് കൂടുകയാണ്, വരുമാനം വർദ്ധിക്കുകയാണ്. അപ്പോൾ നമുക്ക് തോന്നും ഈ പണമൊക്കെ എവിടെയായിരുന്നു ആദ്യം എന്ന്. അതിൻ്റെ അർത്ഥം നമുക്ക് ഉള്ളിൽ മാറ്റം വന്നു കഴിഞ്ഞാൽ മാത്രമേ പുറമേയുള്ള എന്തും നമ്മളിലേക്ക് വരികയുള്ളൂ. ബന്ധങ്ങൾ മെച്ചപ്പെടുത്താൻ വേണ്ടി നമുക്ക് പറയാം ഓൾ മൈ റിലേഷൻഷിപ്സ് ആർ ലവിങ് ആൻഡ് ഹാർമോണിയസ്. അതായത് എൻ്റെ എല്ലാ ബന്ധങ്ങളിലും സ്നേഹവും ഐക്യവും സ്വരച്ചേർച്ചയും ഉണ്ടാകുന്നു എന്നർത്ഥം. പിന്നെ മറ്റൊരു പവർഫുൾ ആയിട്ടുള്ള ഒരു എഫർമേഷനാണ് എവറി ഡേ ഇൻ എവറി വേ ഐ എം ഗെറ്റിംഗ് ബെറ്റർ ആൻഡ് ബെറ്റർ. എല്ലാ ദിവസവും എല്ലാ തരത്തിലും ഞാൻ മെച്ചപ്പെട്ട് വരുന്നു. അല്ലെങ്കിൽ ഓരോ ദിവസം കഴിയും തോറും ഞാൻ മെച്ചപ്പെട്ട് വരുന്നു. ഈ വാചകം പറഞ്ഞത് എമിലി കൂ എന്ന പേരുള്ള ഫ്രഞ്ച് സൈക്കോളജിസ്റ്റും സൈക്കോ തെറാപ്പിസ്റ്റുമാണ്. അദ്ദേഹം ഒരു പയനിയറായിരുന്നു എഫർമേഷൻ ടെക്നിക്സിൽ. നോർത്ത് അമേരിക്കയിലും യൂറോപ്പിലുള്ള പല ക്ലിനിക്കുകളിലും അദ്ദേഹത്തിൻ്റെ പേഷ്യൻസിന് ഇങ്ങനെയുള്ള എഫർമേഷൻസ് കൊടുക്കാറുണ്ടായിരുന്നു. ഒപ്റ്റിമിസ്റ്റിക് ഓട്ടോ സജഷൻ എന്നാണ് അദ്ദേഹം പറയാറുണ്ടായിരുന്നത്. എമിലി കൂ പറഞ്ഞിട്ടുണ്ട് ഐ ഹാവ് നെവർ ക്യൂർഡ് എനി വൺ ഇൻ മൈ ലൈഫ്. ഓൾ ഐ ഡു ഈസ് ഷോ പീപ്പിൾ ഹൗ ദേ ക്യാൻ ക്യൂർ ദെംസെൽവ്സ് എന്ന്. ഞാൻ ആരുടെയും അസുഖം മാറ്റിയിട്ടില്ല, ഞാൻ അവർക്ക് അവരുടെ അസുഖം എങ്ങനെ മാറ്റാം എന്ന് കാണിച്ചു കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് എന്ന്. അതിനുപയോഗിച്ചൊരു ടെക്നിക്കാണ് എഫർമേഷൻസ്. അപ്പോൾ ഇതുപോലുള്ള പോസിറ്റീവായിട്ടുള്ള എഫർമേഷൻസ് നിങ്ങൾക്ക് എന്നും പറയാൻ സാധിച്ചാൽ പോസിറ്റീവായ മാറ്റങ്ങൾ നിങ്ങൾക്ക് ജീവിതത്തിൽ കണ്ടുവരും. അങ്ങനെ നല്ലൊരു ഭാവി നിങ്ങൾക്കുണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തട്ടെ. അടുത്ത ലെസണിൽ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.